ഹലോ, ഇന്ന് മോസമ്പി സ്ക്വാഷാണ്. 1.5 കിലോ മോസമ്പിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് മോസമ്പിയുടെ തൊലി കുറച്ച് ചുരണ്ടിയെടുക്കണം. എൻ്റെ അടുത്ത് ഇതേപോലെ സെസ്റ്റ് പീലറുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് ചെത്തിയെടുത്താലും മതി. അതിൻ്റെ വൈറ്റ് പോർഷൻ പെടാൻ പാടില്ല. വൈറ്റ് പോർഷൻ പെട്ട് കഴിഞ്ഞാൽ അത് കയ്പ്പ് വരും. ഓറഞ്ചിൻ്റെ ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുരുയില്ലാത്ത മൂസമ്പി ആയതുകൊണ്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുക ചെയ്തത്. തോല് ചെത്തിയിട്ട് അടിച്ചെടുത്തു മിക്സിയിൽ. 1 കപ്പ് വെള്ളം ഒഴിച്ചു. കുരുള്ളതാണെങ്കിൽ ഓറഞ്ചിൻ്റെ സ്ക്യൂസർ ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കുകയായിരിക്കും നല്ലത്. പിന്നെ അതിൻ്റെ തൊലി വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് എടുക്കാം. ജ്യൂസ് അടിച്ചെടുക്കുന്നത് ഇവിടെ കാണിച്ചിട്ടില്ല. ജ്യൂസ് ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി അത് തിളപ്പിക്കാൻ വെക്കാം. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ തിളപ്പിച്ച് അതിൽ വെള്ളമൊക്കെ വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ജ്യൂസിലെ വെള്ളം ഒരു 80% വറ്റിക്കഴിഞ്ഞാൽ നമുക്കതിലോട്ട് മോസമ്പിയുടെ സെസ്റ്റ് ഇട്ട് കൊടുക്കാം. തൊലി ഒന്ന് ചോപ്പ് ചെയ്തിട്ടിടണേ, ഞാൻ മറന്നുപോയി ചോപ്പ് ചെയ്യാനായിട്ട്. തൊലി ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് 1 ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. മോസമ്പി സ്ക്വാഷ് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കയ്പ്പ് വരുമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഇത് മോസമ്പി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. കയ്പ്പൊന്നും വരില്ല കേട്ടോ. നല്ല റീഫ്രഷിങ്ങാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കയ്പ്പ് വരില്ല എന്ന് പറഞ്ഞത് കുരു ഇട്ട് അടിക്കരുത്. പിന്നെ തൊലിയുടെ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അതും റിമൂവ് ചെയ്യണം. ജ്യൂസിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ തൊലി ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കണമെന്ന്. ഇല്ലെങ്കിൽ ഇതേമാതിരി നമ്മൾ മിക്സി ഇതിലിട്ട് ഇളക്കുന്ന സമയത്ത് തൊലി അതിൻ്റെ കൂടെ കുരുങ്ങി വരും. നമുക്ക് ജ്യൂസ് കൂളായതിന് ശേഷം സ്റ്റോർ ചെയ്യുന്ന ബോട്ടിലിലേക്ക് മാറ്റാം. സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചൊഴിക്കുക, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ മാതിരി പറ്റും. ഫണലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. എൻ്റെ അടുത്ത് ഫണലില്ലായിരുന്നു, ഞാൻ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ടാണ് ഫില്ല് ചെയ്തത്. ഇതുപോലെ നമുക്ക് എല്ലാ ഫ്രൂട്ട്സും ചെയ്തെടുക്കാം. ഇതൊന്നുകൂടി തിക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് കേക്കിൻ്റെ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല റീഫ്രഷിംഗ് ആണ്. ഗ്രേപ്സിനേക്കാളും ടേസ്റ്റ് ഇതാണെന്ന് തോന്നുന്നു. കയ്പൊന്നുമില്ല, ഓറഞ്ചിൻ്റെ കയ്പൊന്നുമില്ല, മധുരമെല്ലാം കറക്റ്റാണ്. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്.